പരിശോധനയിൽ ഈ യന്ത്രം കൈകാര്യം ചെയ്യുന്ന ആൾ, ഈ എക്സ്കവേറ്റർ കൈകാര്യം ചെയ്യുന്ന ആൾ, അതിൻ്റെ കൂടെയുള്ളവരൊക്കെ ഈ സൈനിക ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അവർക്കും ചില സൂചനകളുണ്ട്, അതക്കാര്യത്തിൽ സേനാ വിഭാഗങ്ങളുമായി പങ്കുവയ്ക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കേവലമായ ഒരു പരിശോധനയ്ക്കപ്പുറത്തേക്ക് ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന തെരച്ചിൽ എന്ന് വേണം കരുതാൻ. നമ്മൾ ഇന്ന് രാവിലെയൊക്കെ അറിഞ്ഞത് ആ പുഴയ്ക്ക് ഏതാണ്ട് മധ്യഭാഗത്തുള്ള മൺകൂമ്പാരങ്ങളിലാണ് ആ തെരച്ചിൽ നടക്കാൻ പോകുന്നത് എന്നായിരുന്നു. പക്ഷെ പിന്നീടാണ്, ഇന്ന് ഉച്ചയോടുകൂടിയാണ് തെരച്ചിലിൻ്റെ കേന്ദ്രം ഈ പുഴയോട് ചേർന്ന് വലിയ തോതിൽ മണ്ണ് ഒഴുകി വന്ന് പുഴയിലേക്ക് ചാടിയിരിക്കുന്ന ആ ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുന്നത്. അവിടേക്ക് ഈ വാഹനങ്ങൾ നിരങ്ങി എത്തിയിട്ടുണ്ട്, മറ്റു ചില വാഹനങ്ങളൊക്കെ അവിടേക്ക് നിരങ്ങി വീണിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനങ്ങളും മറ്റും പുഴയിലേക്ക് ഒഴുകി എത്തിയ ഒരു പ്രദേശമായതുകൊണ്ട് അവിടെ ധാരാളം മണ്ണ്, നമ്മൾ പുറത്ത് കാണുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ടൺ കണക്കിന് മണ്ണ് അവിടെ വന്ന് കൂമ്പാരമായി കൂടിയിട്ടുണ്ട്. അതിനടിയിൽ എന്തൊക്കെ കുടുങ്ങിയാലും അത് പുറത്ത് വിസിബിൾ ആവില്ല. അതുകൊണ്ട് അത്തരം ഒരു പ്രദേശത്ത് തെരച്ചിൽ കേന്ദ്രീകരിക്കുന്നത് ഈ തരത്തിലുള്ള കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നിപ്പോൾ ബോധ്യപ്പെടുകയാണ്. പക്ഷേ എന്താണ് ഔദ്യോഗികമായി വിശദീകരിക്കാൻ ഈ ഘട്ടത്തിൽ അവിടെ തെരച്ചിലിന് നേതൃത്വം നൽകുന്നവരോ സേനാ വിഭാഗങ്ങളോ തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് തെരച്ചിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു സ്ഥിരീകരണം ആ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഹാഷ്മി താജ് ഇബ്രാഹിം ടെലിഫോൺ ലൈനിലുണ്ട്. ഹാഷ്മി, കഴിഞ്ഞ 2-2.5 മണിക്കൂറായി ആ പുഴയോട് ചേർന്ന് ആ മണ്ണ് ഇടിഞ്ഞ് വെള്ളത്തിലേക്ക് വീഴുന്ന ആ ഭാഗത്ത് നടക്കുന്ന തെരച്ചിൽ അത് ചില പോസിറ്റീവ് സിഗ്നലുകൾ നൽകും എന്നാണ് എല്ലാവരും പറയുന്നത്. അവിടെ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത്? ഈ പോസിറ്റീവ് സിഗ്നൽ ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? അതിന്റെ സാധ്യതകൾ എത്രത്തോളമാണ്? ആ പ്രതീക്ഷകൾ കൂടുതൽ ശക്തമാകുന്ന മണിക്കൂറുകളാണെന്ന് ഉറപ്പായി നമുക്ക് പറയാം. കാര്യം നമ്മളിവിടെ ഗംഗാവാലിപ്പുഴയിൽ രാവിലെ വരുമ്പോൾ മുതൽ ഈ മേഖല കേന്ദ്രീകരിച്ച് ആദ്യം ചെറു JCB കൾ തന്നെയായിരുന്നു പരിശോധന. നമ്മൾ രാവിലെ നമ്മുടെ ആകാശ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അവിടെ ഒരു മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചൊരു പരിശോധന രാവിലെ നടന്നിരുന്നു. വിജയകുമാർ, നമ്മൾ ഈ കര കേന്ദ്രീകരിച്ചുള്ള പരിശോധന പൂർണ്ണമായി നിർത്തിയെന്ന് പറയുമ്പോൾ പോലും ചെറിയ കുഴികൾ കുഴിച്ച് അതിലേക്ക് ഈ ഡിറ്റക്ടറിന്റെ പറയുന്ന ആ നീളൻ ഭാഗം അകത്തേക്ക് ഇട്ടുള്ള പരിശോധന നമ്മൾ രാവിലെ കണ്ടിരുന്നു. അതിന് പിന്നാലെയാണ് ചെറു JCB ഉപയോഗിച്ചുള്ള പരിശോധന അവിടെ തുടങ്ങിയത്. അതിന് പിന്നാലെ നമ്മുടെ ഈ ബൂം എക്സ്കവേറ്റർ അങ്ങോട്ടേക്ക് എത്തിയതിനു ശേഷവും നമ്മൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, ആ കര കേന്ദ്രീകരിച്ച എന്ന് പറഞ്ഞാൽ ആ പുഴ കരചേരുന്ന ഭാഗം കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു ഈ മണിക്കൂറിൽ അത്രയും പരിശോധന. ഈ മണിക്കൂറുകൾ അത് കുറച്ചുകൂടി സ്പെസിഫിക് ആകുന്നു, കുറച്ചുകൂടി എവിഡന്റ് ആകുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ട്രക്കിന്റെ ആകൃതിയിൽ ഇങ്ങനെ മണ്ണ് മാറ്റുകയാണ് 2 സംഘങ്ങൾ ചേർന്ന് 3 JCB ഉപയോഗിച്ചുകൊണ്ട്. അതിനകത്ത് ഈ പറയുന്ന നമ്മുടെ ബൂം എക്സ്കവേറ്റർ അടക്കം ആ കൂട്ടത്തിലുണ്ട്. അതും 2 ചെറിയ JCB ചേർന്ന മണ്ണിങ്ങനെ മാറ്റുന്ന കാഴ്ചകളാണ് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലം മാത്രം കേന്ദ്രീകരിച്ച് രാവിലെ മുതൽ പരിശോധന നടത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു സൂചനയില്ലാതെ അത്തരത്തിലുള്ള പരിശോധന നടക്കില്ല. കാര്യം ഇന്നിപ്പോൾ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഈ പുഴയുടെ നടുക്കായി നിൽക്കുന്ന ആ വലിയ മൺകൂന കേന്ദ്രീകരിച്ചാണ് പരിശോധന എന്നൊക്കെ പറയുമ്പോൾ പോലും അതിലേക്ക് എങ്ങനെ എത്തും എന്ന സംശയം പ്രകടിപ്പിക്കുമ്പോൾ പോലും ഇത്തരത്തിൽ ആ ഭാഗം കേന്ദ്രീകരിച്ചുള്ള പരിശോധന തന്നെയാണ് രാവിലെ മുതൽ നടന്നിരുന്നത്. അത് ഈ ബൂം എക്സ്കവേറ്റർ മാത്രമല്ല, രാവിലെ നമ്മൾ ഈ ഗംഗാവാലി പുഴയുടെ ഇങ്ങേ കരയ്ക്കൽ വരുമ്പോൾ മുതൽ ചെറിയ JCB കളടക്കം ഈ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരുന്നത്. മാത്രമല്ല അതിനു ചുറ്റും ഈ രീതിയിലുള്ള നേവി ഡിങ്കി ബോട്ടുകൾ അതിനു ചുറ്റും വട്ടം പരിശോധന നമ്മൾ അവിടെ നിന്നപ്പോൾ കണ്ടിരുന്നു. ഏതാണ്ട് അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പരിശോധന പുരോഗമിക്കുന്നത്. എന്ന് പറയുമ്പോൾ എന്തോ കൃത്യമായ ചില സൂചന അവിടെയുണ്ട്. നമുക്കിപ്പോഴും അത് ലോറി എന്നിങ്ങനെ സ്ഥിരീകരിച്ച് ഉറപ്പിച്ച് ലോറി കിട്ടി എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും വിജയകുമാർ, ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഇത് ഈ ഒരു ലോറിയുടെ ആകൃതിയിൽ എന്ന് പറഞ്ഞ ഒരു നീളൻ ട്രക്കിന്റെ ആകൃതിയിൽ ഈ മണ്ണിങ്ങനെ മാറ്റുകയാണ്. ഈ പ്രൊക്ലൈനറും ഈ 2 JCB കളും ചേർന്ന് നിന്നുകൊണ്ട് ഒരു നല്ല ഒരു പോസിറ്റീവ് വാർത്ത എന്ന് പറഞ്ഞാൽ ശുഭവാർത്ത എന്ന് പറയാൻ കഴിയുമോ എനിക്ക് എന്ന വാക്ക് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. എങ്കിൽ കൂടിയും ഈ ദിവസത്തെ 9 ദിവസം നീണ്ട സമാനതകളില്ലാത്ത വലിയ തെരച്ചിൽ, ഇത്ര വലിയൊരു തെരച്ചിൽ നമ്മൾ ഈ അടുത്ത കാലം നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ കവളപ്പാറയിലും പുത്തുമലയിലും പോലും നമ്മൾ ഈ രീതിയിലൊരു തെരച്ചിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു തെരച്ചിൽ കണ്ട 9 ദിവസങ്ങളാണ്. 9 ദിവസങ്ങൾ ആ തെരച്ചിൽ എന്ന് പറയുമ്പോൾ പോലും ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾ മാത്രമാണ് ഇത്തരത്തിലുള്ള സാങ്കേതിക സംവിധാനത്തിന്റെയും യന്ത്ര സംവിധാനത്തിന്റെയും സഹായത്തോടുള്ള തെരച്ചിൽ അതിന്റെ പൂർണ്ണ തോതിലേക്ക് എത്തിയത് എന്ന് ഉറപ്പായി നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ പൂർണ്ണ തോതിലേക്ക് എത്തിയ ഒരു 9ാം ദിവസം വൈകുന്നേരമാകുമ്പോഴേക്കും ഒരു നിർണായകമായ ഒരു സൂചന എന്ന് പറയാവുന്ന തരത്തിൽ ഒരു തെരച്ചിൽ രീതി നമ്മളവിടെ പ്രകടമായി തന്നെ കാണുന്നുണ്ട്.
അത് ലോറിയാണോ എന്നുള്ള കാര്യം അല്പസമയത്തിനകം തന്നെ അറിയാം. മാത്രമല്ല കാർവാർ MLA അടക്കമുള്ളവർ, മഞ്ചേശ്വരം MLA അടക്കമുള്ളവർ സംസാരിക്കുമ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ അറിയാം. പക്ഷെ അത് ഔദ്യോഗികമായി നമ്മളോട് പറയുന്നതിന്റെ ഒരു പരിമിതി പോലെ തോന്നുന്നു. അവർക്ക് ചില കാര്യങ്ങൾ ഉറപ്പായും അറിയാം എന്ന രീതിയിൽ തന്നെയാണ് അവരുടെ മറുപടി. ഇപ്പൊ കാർവാർ MLA ഏറ്റവും ഒടുവിൽ പറഞ്ഞു കേൾക്കുമ്പോഴും നമുക്ക് ചില സൂചനകൾ ഉണ്ടായിരുന്നു. നാവികസേനയ്ക്ക്, കരസേനയ്ക്ക് ചില സൂചനകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സൂചനകൾ സംഗമിക്കുന്ന ഒരു സ്ഥലത്തുള്ള പരിശോധനയാണ് ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. നമുക്കൊരു ഇപ്പോൾ വീണ്ടും പെരുമഴ തുടങ്ങുകയാണ് വിജയകുമാർ. ഇവിടെ ഈ സമയം അത്രയും രക്ഷാദൗത്യത്തിന് അല്പസമയം ഇത്ര നേരം ഏറ്റവും അനുകൂലമായ സാഹചര്യമല്ല. ഇപ്പോൾ അനുകൂലമായ സാഹചര്യം ഇവിടെ മാറുകയാണ്. വീണ്ടും അതിശക്തമായ മഴ തുടരുകയാണ്. ഇപ്പോൾ അവിടെ തുടരുന്ന മണ്ണ് മാറ്റി നോക്കിക്കൊണ്ടിരിക്കുന്ന പരിശോധനയ്ക്ക് ഒരു പക്ഷേ ഒരു വിഘാതമാകും ഈ പെയ്യുന്ന കനത്ത മഴ എന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ ഈ ദിവസങ്ങൾ കാണുന്നൊക്കെ ഇങ്ങനെയാണ്. വലിയ മഴ ഇടയ്ക്ക് പെയ്യും, അപ്പോൾ രക്ഷാപ്രവർത്തനം ഏതാണ്ട് നിന്നു പോകുന്നൊരവസ്ഥ ഉണ്ടാകും. ഇപ്പോൾ ഇന്നും അത് തന്നെയാണ് അവസ്ഥ. ഇപ്പോൾ ആ മേഖലയിൽ ഇത്ര വലിയ മഴ പെയ്യുന്നത് ആ രക്ഷാപ്രവർത്തനം ആ രീതിയിൽ ഇപ്പോൾ നമ്മൾ കണ്ട രീതിയിൽ ഒരു പുരോഗമന സ്വഭാവത്തിൽ മുന്നോട്ടേക്ക് പോകുന്നത് അതിന് വലിയ തടസ്സമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതെങ്ങനെയാകും അതിനെ ബാധിക്കുക അറിയില്ല. കാർവാർ MLA ഏറ്റവും ഒടുവിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് നമ്മൾ പോയ ദിവസം കണ്ടതുപോലെ വൈകുന്നേരമാകുമ്പോഴേക്കും ഇന്ന് രക്ഷാദൗത്യം അവസാനിപ്പിക്കുന്ന നടപടി ഇന്ന് ഉണ്ടാവില്ല എന്നൊരു സൂചന നൽകിയിരുന്നു. അത് അവർക്ക് കിട്ടിയ കൃത്യമായ സൂചന അടിസ്ഥാനത്തിൽ തന്നെയാണ് അങ്ങനെ ഇന്ന് രാത്രിയും കൂടി തെരച്ചിൽ തുടരാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്ന് കാർവാർ MLA സൂചന നൽകിയിരുന്നു. അപ്പൊ ആ സൂചന എന്താണ്? ഇപ്പൊ മണ്ണിനടിയിൽ ഉണ്ടെന്ന് സംശയിക്കുന്നത് കഴിഞ്ഞ 2 മണിക്കൂർ എന്ന് മാത്രമല്ല ഇന്ന് രാവിലെ മുതൽ അക്ഷരാർത്ഥത്തിൽ തെരയുന്നത്, ചെറിയ JCB ഉപയോഗിച്ച് തെരയുന്നത്, ആദ്യം രാവിലെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് തെരയുന്നതൊക്കെ ഷാർപ്പായും കൃത്യമായി ഈ മേഖല തന്നെയാണ്. അപ്പോ എന്തോ ചില കൃത്യമായ സൂചനയുണ്ട്. മാത്രമല്ല നമ്മൾ മണ്ണ് മാറ്റുന്ന ആകൃതി പരിശോധിച്ചാൽ ഒരു നീളൻ ട്രക്കിന്റെ ആകൃതിയിൽ തന്നെയാണ് മണ്ണ് മാറ്റുന്നത്. ചില കയറോ മറ്റോ കണ്ടോ എന്നൊക്കെ പറഞ്ഞത്, പക്ഷെ അതൊന്നും നമുക്കൊരു സ്ഥിരീകരണ സ്വഭാവത്തിൽ ഈ തടി കെട്ടിയ കയറാണെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. മാത്രമല്ല കണ്ടെത്തിയ കയറാവട്ടെ, ഇപ്പൊ നമുക്ക് ചില ദൃശ്യങ്ങൾ കാണുന്ന കയറാവട്ടെ, അത് തീരെ കനം കുറഞ്ഞ കയറാണ്. അതെന്തായാലും തടി കെട്ടാൻ ഉപയോഗിക്കുന്ന കയറല്ല എന്ന കാര്യം ഉറപ്പാണ്. അപ്പൊ നമുക്ക് കയറ് കണ്ടിത് ലോറിയാണ് എന്ന് സ്ഥിരീകരിക്കൽ അസാധ്യമാണ്.